ഹലോ, ഹായ് ആൾ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കണ്ടില്ലേ, നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തയ്ക്ക. ഇത് കൂടുതൽ ഇങ്ങനെ പഴുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനൊന്നും സമയമില്ലെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് വയ്ക്കുക. പഴംപൊരി ഭയങ്കര നൊസ്റ്റു അല്ലേ? എനിക്കങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി. കട്ട് ചെയ്ത് കഴിഞ്ഞ ബനാന സ്ലൈസസ് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ പരത്തി വെക്കുക. പിന്നെ അതെടുത്ത് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുക. ഒരു 5-6 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിട്ടിട്ട് തന്നെ ഫ്രീസായിട്ടുണ്ടായിരിക്കും. ഇപ്പോഴീ കട്ട് ചെയ്യുന്നത് ബനാന പച്ചടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഡയറക്റ്റ് കട്ട് ചെയ്തതിന് ശേഷം ഏത് സ്റ്റോറേജ് ബോക്സിലാണോ വെക്കുന്നത് അതിൽ തന്നെ ഡയറക്റ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 5 മണിക്കൂറിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബനാന നമ്മളെടുത്ത് ഏത് ബോക്സിലാണോ നമുക്കത് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടത് അതിലേക്കാക്കി പിന്നെയും ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി. Thank you for watching.